പഞ്ചായത്തിൽ ഇപ്പം നമുക്ക് ഇത്തവണ ഒരു SC വനിത പട്ടികജാതി വനിത വിജയിച്ചിട്ടില്ല. സ്വാഭാവികമായും കോൺഗ്രസ് നിർത്തിയിട്ടുമില്ല. 2.5 വർഷക്കാലം പ്രസിഡന്റ്ഷിപ്പ് കിട്ടേണ്ടതായിരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഉണ്ടായത്? പരിശോധിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പരിശോധിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് തന്നെയായിരുന്നു. അതിനകത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് DCC പരിശോധിക്കുന്നു. ഇത് വീഴ്ച പറ്റില്ല. കാരണം 17 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷനുകളിൽ ഒരു വനിതയെ നിർത്തിയിട്ടില്ല എന്നുള്ളത് അത് വീഴ്ചയല്ല, അത് പ്ലാനിങ്ങിന്റെ അഭാവം തന്നെയല്ല. അതല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ അഭാവമാണ്. അത് സത്യമാണ്. 9 സീറ്റുകളുണ്ട് കോൺഗ്രസിന്. പ്ലാനിങ്ങിന്റെ അഭാവമാണ്. അത് ശരിയാണ്. കാരണം അതിനകത്തൊരു ഒരു 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 അശ്രദ്ധ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുണ്ടായിരുന്നത് യാഥാർത്ഥ്യമാണ്. അതേതായാലും വരാൻ ദിവസങ്ങളിൽ അത് പാർട്ടി പരിശോധിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയതിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഇത്രയും പരിചയസമ്പന്നരായ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ. അപ്പോൾ അവർക്ക് അങ്ങനൊരു അശ്രദ്ധ വരാൻ പാടും. അതുകൊണ്ടാണ് അശ്രദ്ധ എന്ന് പറഞ്ഞില്ല. അശ്രദ്ധയാണെന്നത് ബോധ്യപ്പെട്ടു. അശ്രദ്ധ പറ്റിയിട്ടുണ്ട് ആ കാര്യത്തിൽ. ഏതായാലും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു ശ്രദ്ധക്കുറവ് എങ്ങനെ ഉണ്ടായതിനെ കുറിച്ച് തീർച്ചയായും അന്വേഷിക്കുകയും അതേക്കുറിച്ച് പഠിക്കുകയും. ഗുരുതരമായ വീഴ്ച തന്നെയല്ലേ? അതാണ് അശ്രദ്ധ എന്ന് പറഞ്ഞത്. തീർച്ചയായും അത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അന്വേഷിക്കുന്നു പറഞ്ഞു. മൃഗീയമായ ഒരു ഭൂരിപക്ഷം നേടുന്ന ഒരു ഘട്ടത്തിൽ എവിടെ നിർത്തിയാലും പട്ടികജാതി വനിത ജയിക്കുമാറുന്ന അവസ്ഥയിൽ എന്തുകൊണ്ട് നമ്മളതിന് ഒരു മുന്നിട്ട് ഇറങ്ങിയില്ല? കോൺഗ്രസ് ചോദ്യം ആവർത്തിക്കുക തന്നെയാണ്. ഞാൻ വീഴ്ച എന്ന് തന്നെ പറയണ്ടേ? അതാണ്. അതുകൊണ്ടാണ് അത് മലയാള പദങ്ങൾ അതിനൊക്കെ പറയാം. വീഴ്ച എന്ന് പറയാം, അശ്രദ്ധ എന്ന് പറയാം, ശ്രദ്ധക്കുറവാണെന്ന് പറയാം, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു ഗൗരവത്തിലെടുത്തില്ല എന്നൊക്കെ പറയാം. ഏതായാലും വലിയ വ്യത്യാസമില്ലാത്ത കാര്യങ്ങളാണ്. ഏതായാലും ശ്രദ്ധക്കുറവുണ്ടാകുന്ന യാഥാർത്ഥ്യമാണ്. മണ്ണാർക്കാട് നഗരസഭയിൽ കോൺഗ്രസ് വളരെ വലിയൊരു വിജയം തന്നെയാണ്, നല്ല പ്രവർത്തനം തന്നെയാണ്, മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 6 കൗൺസിലർമാർ കോൺഗ്രസിന് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഉഭയമാർഗത്തിൽ വലിയൊരു ആരോപണം ഉയരുന്നത്. ഉഭയമാർഗം എന്നുള്ളത് കോൺഗ്രസ് വളരെയധികം ആവശ്യത്തോടു കൂടി കുമാർ പാലക്കുറിശിയുടെ നേതൃത്വത്തിൽ, എന്നാൽ ഇത്തവണ ഉഭയമാർഗത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രസീത ടീച്ചറായിരുന്നു. ഇവരുടെ ഏതാനും വോട്ടുകൾക്ക് മാത്രമായി ഉൾപ്പെടെയുള്ള ചില ആളുകൾ പണം വാങ്ങിയിട്ട് കോൺഗ്രസിന് എതിരായിട്ട് അവിടെ പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം വരുന്നുണ്ട്. അറിയില്ല. നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. അങ്ങനെ പരാതി ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു പരാതി കേട്ടിട്ടില്ല. ഉണ്ടായിരിക്കാം. നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിട്ടില്ല. പരാജയപ്പെട്ടെന്നുള്ളത് സ്വാഭാവിക. ആ വാർഡിൽ മാത്രമല്ല, പരാജയപ്പെട്ട സീറ്റുകളിലൊക്കെ നമ്മൾ അന്വേഷിക്കുമല്ലോ. കോൺഗ്രസിന് നല്ല പ്രത്യാശ ഉണ്ടായിരുന്ന വാർഡാണ് ഉഭയമാർഗം. അതിനൊരു വീഴ്ച പരിശോധിക്കുന്നില്ല. തീർച്ചയായും പരിശോധിക്കില്ല. അതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തിരിച്ചുപിടിച്ച 2 വാർഡുകളാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുന്നിലോ UDF ജില്ലാ കമ്മിറ്റി മുന്നിലോ അങ്ങനെ പരാതി ഇതുവരെ പരാതിയായിട്ട് വന്നിട്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തീർച്ചയായും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ആ ഒരു വാർഡിൽ മാത്രമല്ല, പരാജയപ്പെട്ട ഏത് വാർഡിലും സ്വാഭാവികമായി നമ്മൾ അന്വേഷിക്കും എന്തുകൊണ്ട് പരാജയപ്പെട്ടു. എന്നാൽ അതാത് ഘടകങ്ങൾ, അത് അവിടുത്തെ വാർഡ് കമ്മിറ്റി ആയാലും അല്ലെങ്കിൽ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റിയിലാണെങ്കിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആണെങ്കിലും അതിന് മുകളിലാണെങ്കിലും സ്വാഭാവികമായും പരാജയപ്പെട്ട വാർഡ് സമിതിയുടെ ഒരു ആലോചനയ്ക്ക് നടക്കും. ഇതങ്ങനെ ഈ ഒരു വാർഡിന് മാത്രമായിട്ട് ഒരു പരാതി ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിനെ 2 പേര് മത്സരിച്ചു. അതിലൊരാളെ പുറത്താക്കലൊക്കെ ഉണ്ടായി. എങ്കിലും കോൺഗ്രസിന് ജയിക്കാൻ വരെ ഷുവർ സീറ്റായിരുന്നു. കാരണം BJPക്ക് അവിടെ നിസാര ഭൂരിപക്ഷം കിട്ടിയത്. കോൺഗ്രസിലെ 2 പേര് തമ്മിൽ കൂട്ടിയാൽ അതിനേക്കാൾ ഉപരി ഉള്ള വോട്ട് കിട്ടേണ്ട ഒരു വാർഡ് പരസ്പരം തമ്മിലടിച്ച് കളഞ്ഞു. പലയിടത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നിസ്സാരവൽക്കരിച്ച് കാണണോ? അല്ല, അതിൽ നിസ്സാരവൽക്കരിച്ചില്ല. അങ്ങനെയല്ല പറഞ്ഞത്. പലയിടത്തുണ്ടായിരുന്നു നിസ്സാരവൽക്കരിച്ചില്ല. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇതുപോലെ വിമതനായ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പരാതി ഉണ്ടായി. ആ സമയത്ത് തന്നെ ചിലർ നോമിനേഷൻ കൊടുക്കുകയും ഒരുപാട് ആളുകൾ അങ്ങനെ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചിലരൊന്നും പിൻവലിച്ചില്ല. അങ്ങനെയാണ് 2 പേർ മത്സരിക്കുന്ന അവസരം ഉണ്ടാവുകയും പരാജയപ്പെടാൻ അവസരം ഉണ്ടാവുകയും ചെയ്യും. ഇത്തരം സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഭാഗമായി ഉണ്ടാവും. എല്ലാവരും ഒരാൾ മത്സരിക്കാൻ കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ അത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. എനിക്ക് മത്സരിക്കുന്ന ആഗ്രഹിക്കുന്ന തെറ്റല്ല. പക്ഷെ പല കാര്യങ്ങളും ആലോചിച്ച്, പല പരിഗണനകൾ വെച്ച്, പല മാനദണ്ഡങ്ങളും വെച്ചുകൊണ്ടാണ് അങ്ങനെ തർക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുക, സ്ഥാനാർത്ഥി നിശ്ചയിക്കുക. അങ്ങനെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചാൽ സ്വാഭാവികമായും പാർട്ടിയോട് പൂർവ്വ പ്രതിബദ്ധതയുള്ള ആളുകൾ സ്വാഭാവികമായും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയും പാർട്ടി പറഞ്ഞനുസരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യാത്ത സാഹചര്യം ഉണ്ടായാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയുണ്ടോ? മണ്ണാർക്കാട് നഗരസഭയിൽ 2 പട്ടികജാതിക്കാരെയാണ്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 2 വ്യക്തികളെ ആ തെരഞ്ഞെടുപ്പ് കൊടുക്കുമ്പോൾ തന്നെ പുറത്താക്കി. ബ്ലോക്കിൽ പട്ടികജാതി വനിതയെ നിർത്താത്ത കോൺഗ്രസ് പട്ടികജാതിക്കാരുള്ള സമീപനമാണോ ഇത്? പരാതിയായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇപ്പൊ ഈ പട്ടിക അതെ, അരകുറിശി വാർഡിൽ റിബലായി മത്സരിച്ച ഗുരുവായൂരപ്പൻ, തോരാപുരം വാർഡിൽ മത്സരിച്ച അജേഷ്, ഇവർ 2 പേരും പട്ടിക
ജാതി വിഭാഗത്തിൽപ്പെട്ട യുവാക്കളായിരുന്നു. അല്ല, അതൊക്കെ കൊണ്ട് ആ കാര്യത്തിലൊരു ശ്രദ്ധത്തോടെ ഉണ്ടായി. ഇല്ലേ? നമ്മൾ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് രാജൻ ആമ്പാടത്തിനെ കൊണ്ടുപോയി നിർത്തിച്ച് പ്രസിഡന്റ് ആക്കിയത് അതും കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസിനെ ഇങ്ങനെ പട്ടികജാതിക്കാരെ ഒഴിവാക്കുന്ന ഒരു പ്രശ്നമല്ല. പട്ടികജാതിക്കാർക്ക് വേണ്ടത്ര പ്രാധാന്യം എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ പട്ടികജാതിക്കാരാണ്. നിങ്ങളുടെ ഭാവി എന്തായിരിക്കും? അതായത് അജയ് ശങ്കർ കാലത്തുള്ളൊരു സംവിധാനമാണ്. പലരുടെ മണ്ണാർക്കാട് കോൺഗ്രസിന് പ്രതീക്ഷിച്ച വിജയം കിട്ടിയെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ സീറ്റുകളിൽ എന്താ പറയുക, പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച വിജയം കോൺഗ്രസിനല്ല, UDF-ന് പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് ലഭിച്ചത്. കാരണം ഒട്ടും മോശമല്ലാത്ത വിജയം. ഇപ്പോൾ മണ്ണാർക്കാട് നിയമമണ്ഡലത്തിൽ 2 ബ്ലോക്ക് പഞ്ചായത്തുകളും 3, 2, 5 ഗ്രാമപഞ്ചായത്തുകളും മണ്ണാർക്കാട് നഗരസഭയും UDF-ന് കിട്ടാൻ തക്ക സാഹചര്യം ഉണ്ടായത് കാലങ്ങളായാലും ഇവിടുത്തെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. എന്നൊരു തർക്കമില്ല. ചെറിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അത് പരിശോധിച്ച് മുന്നോട്ട് പോകും. ഈ മണ്ണാർക്കാട് CPM-മായി ബന്ധപ്പെട്ടൊരു ആരോപണം വരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് മറിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആരോപണം, അത്രയും ശക്തമായ ഒരു ആരോപണം വന്നിട്ടും ലീഗ് ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ നേതാക്കൾ ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ അതിനെതിരെ പ്രതികരിക്കാനോ ഒന്നും സമൂഹത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ആയുധം കിട്ടിയിട്ടും കോൺഗ്രസ് അതിനെതിരെ പ്രതികരിക്കാത്തത്? ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സമാന അവസ്ഥയാണ് കുമരമ്പത്തൂരിൽ. കിട്ടാവുന്ന 2 വാർഡുകൾ കുമരമ്പത്തൂർ പഞ്ചായത്ത് ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. ഞാനാ പറഞ്ഞു, അങ്ങനെയുള്ള വീഴ്ചകളുണ്ടെങ്കിൽ സ്വാഭാവികമായും പരിശോധിക്കും. കാരണം ഇപ്പം എന്താണ്, ഇപ്പം ഇതിന് സാവകാശമായില്ല. കാരണം ഇപ്പോൾ 21 സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നു. 26-നും 27-നുമായി മുനിസിപ്പാലിറ്റിയിലെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ഒക്കെ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അതിൻ്റെ ഒരു കാര്യങ്ങൾ ആലോചനയൊക്കെ നടക്കുകയാണ്. തീർച്ചയായും അത് കഴിഞ്ഞാൽ ഉറപ്പായും ഈ തരം വീഴ്ചകളുണ്ടായ കാര്യങ്ങൾ പരിശോധിക്കുകയും അതിനാവശ്യമായ നടപടി സ്വീകരിക്കുകയും PK ശശി